വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് കുറച്ച് കേക്കിന്റെ ഓർഡേഴ്സ് ഒക്കെ കണ്ടാലോ? ഇന്നത്തെ കേക്കിന്റെ ഓർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. കണ്ടാലോ? നമുക്ക് കാണാവേ. അപ്പം ഇന്ന് നമുക്ക് സ്പഞ്ച് റെഡിയാക്കിയാലോ? ഇന്ന് എന്തോരം കേക്ക് സെയിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് എന്തോരം കേക്ക് സെയിലാക്കിയിട്ടുണ്ടെന്നും എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെ കണ്ടാലോ? ഫുള്ള് വീഡിയോസൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. ഇളവൾക്ക് പനി ആയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കൽ എനിക്ക് നടന്നിട്ടില്ല. അപ്പം ഇതേ സ്പഞ്ച് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇന്നലെ തന്ന ഓർഡറാണ്, ഇന്ന് ഡെലിവറി ചെയ്യേണ്ടതുമാണ്. പക്ഷെ ഇന്നലെ 8 വരെയും കേക്ക് കൊടുക്കാനുള്ളത് കൊണ്ടിട്ട് ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി 11 മണി മുതൽ ഡെലിവറി ചെയ്യണം. ചിലർ വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ? ആദ്യം എന്തായാലും സ്പഞ്ച് റെഡിയാക്കണം. ഇത് നൈറ്റ് കൊടുക്കാനുള്ള കേക്കാണ്, റെഡ് വെൽവെറ്റ് കേക്കാണ്. അവർക്ക് 2 kg വെയിറ്റ് വരുന്ന കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെഡ് വെൽവെറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൈറ്റ് കുറച്ചിട്ട് ചെയ്താൽ മതി, പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സ്പഞ്ച് റെഡിയാക്കിയാലോ? അതിന് നല്ലപോലെ മുട്ട നല്ലപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് റെഡ് വെൽവെറ്റിൻ്റെ കളറ്, ഈ സൂപ്പർ റെഡാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പം അതും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം മറന്നുപോയി, ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ കളറും ഒഴിച്ചു കൊടുത്തു. ഈ മുട്ട നല്ലപോലെ ബീറ്റാവുന്ന ടൈമിൽ നല്ല റെഡ് കളർ വേണം, എന്നാലേ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുമ്പം അത്യാവശ്യം കളറ് കിട്ടുള്ളൂ. ലൈറ്റ് റെഡ് കളറൊക്കെ ആണെങ്കിൽ നമ്മൾ മൈദയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കളർ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും റെഡ് കളർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് ഉദ്ദേശിച്ചത് 1 കപ്പ് മൈദയാണ്. ഇതിപ്പം 2 kg ആയതുകൊണ്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അരിച്ചെടുക്കണേ. എൻ്റെ ഫോൺ സ്റ്റാൻഡ് ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഫോണും പിടിക്കണം, ഒരു കൈ കൊണ്ട് അരിപ്പയിലും പിടിച്ചിട്ട് റെഡിയാണില്ലായിരുന്നു. അങ്ങനെ അതേ ഞാൻ ഫുള്ള് അരിച്ചിട്ടിട്ടാണ് പിന്നെ രണ്ടാമത് വീഡിയോ എടുത്തത്. അങ്ങനെ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താലോ? അതേ നല്ലപോലെ മിക്സാക്കി കൊടുക്കുവാണേ. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ദേ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ 1 kg ടിന്നിൽ 2 എണ്ണം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ പാത്രമുണ്ട്. എനിക്ക് ഇത്രയും കളിയുള്ള ജോലിയില്ല. എനിക്ക് എന്തോരം കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടം, പക്ഷെ പാത്രം കഴുകണ ഇഷ്ടമല്ലാന്നേ. എന്തായാലും ചെയ്യണല്ലേ എന്ന് ഓർത്ത് പിന്നെ കഴുകും, ഒത്തിരി അങ്ങോട്ട് കൂട്ടിയിടത്തില്ല. അങ്ങനെ അതേ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പം നമ്മുടെ പുറകിലുണ്ടായതാണ് പച്ചമുളക്, പക്ഷെ പറിക്കാനായിട്ട് ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ഉദ്ദേശിച്ചത് കാന്താരിമുളകുണ്ട്, ഉണ്ടമുളകുണ്ട്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത്രയുള്ള പച്ചമുളകില്ലേ, അതുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സായത് ആണ്. അങ്ങനെ കേൾക്കാം, എല്ലാത്തിൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ലപോലെ മൂത്തിട്ടൊക്കെ ഉണ്ട്, കാരണം പറിച്ചിട്ടില്ലായിരുന്നു. കേക്കിൻ്റെ ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് പറിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത്. പിന്നെ അത്യാവശ്യം പറിക്കുന്ന ടൈമിൽ ഇത്രയും കിട്ടാറുണ്ട് കേട്ടോ. ഞാനൊരു മുളക് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ്. ഇപ്പം നട്ടിട്ട് പുതിയ മുളകാണ്, കുഞ്ഞുണ്ട മുളക്, നല്ല രസമുണ്ട് കാണാൻ. കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ദേ എല്ലാം വാരിയിടുവാണേ. അങ്ങനെ ദേ എല്ലാം വാരിയിട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മുളക്. കുഞ്ഞു
ഉണ്ടമുളക് നല്ല രസമില്ലേ കാണാനായിട്ട്. അത് അങ്ങനെ 2 or 3 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടായതാണേ. ഒരെണ്ണം മൂക്കണേന് മുമ്പ് പറിച്ച്, ഒരെണ്ണം നല്ലപോലെ മൂത്തിട്ടുണ്ടായിരുന്നു, പാകുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കാകെ പുറത്തോട്ട് വന്നപ്പോൾ പപ്പങ്ങ അതുപോലെ തന്നെ ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പപ്പങ്ങ നല്ല പഴുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അതും എല്ലാം എടുത്ത് വെച്ചു. ഇനി നമുക്ക് 2 കിലോത്തിൻ്റെ കേക്ക് പറഞ്ഞില്ല, അത് റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ എല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആമ കരച്ചിലായിരുന്നു, അതുകൊണ്ടിട്ട് വീഡിയോ ഞാൻ ഓഫാക്കി. അങ്ങനെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അവരൊരു ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു, ബോൾസ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുത്ത് വേഗം സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു. പേര് എഴുതിയിട്ടില്ല, പോകുന്ന ടൈമിൽ എഴുതാമല്ലോ എന്ന് ഓർത്തു. പിന്നെ ഒരു ടോപ്പറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ബ്ലാക്ക് ടോപ്പറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ 1/2 kg വരുന്ന കേക്കാണ്. അത് ബേസ് ഇല്ലാത്ത കൊണ്ടിട്ട് 1 kg ബേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 1/2 kg ബേസിലോട്ടാക്കി. പിന്നെ ദേ ഇതും റെഡിയാക്കി. ഹാപ്പി ബർത്ത്ഡേ കിച്ചു എന്നാണ് എഴുതേണ്ടത്, അപ്പോൾ അതും എഴുതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇത് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പം അത് വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ക്രീം ബണ്ണും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ക്രീം ബണ്ണും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ബണ്ണൊക്കെ പൊരിച്ചെടുത്തു. അതേ ക്രീമും അതിലോട്ട് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ അതേ പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പോകുവാണ്. പിന്നെ ഒരു കുനാഫ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുനാഫ വേറൊരു ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും വേഗം കുനാഫ ഞാൻ പറയുന്ന ടൈമിൽ സ്പീഡിൽ ഉണ്ടാക്കി കൊടുക്കലാണ്, ചൂടോടുകൂടിയാണ് കൊടുക്കൽ. അപ്പോൾ അതേ വേഗം കുനാഫ റെഡിയാക്കി കൊടുത്തു. പിന്നെ വന്നിട്ട് ബ്രൗണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്രൗണി 6 പീസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 ഫ്ലേവറിലാണ് ചെയ്തത്. ഒന്ന് ന്യൂട്ടറിലെയും ഒന്ന് പീനട്ട് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ചെയ്തത്. 2 ഫ്ലേവറിലാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6 പീസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതും കൊടുത്തു. ഇത് വൈകുന്നേരം 4 മണിക്കാണ് കേട്ടോ. ബ്രൗണി കൊടുത്തത് എനിക്ക് തോന്നുന്നു 5:30 കഴിഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതും വേഗം കൊണ്ട് കൊടുത്തു. പിന്നെ ഇത് ഞാൻ രാവിലെ കൊടുത്ത കേക്കാട്ടോ, പക്ഷെ എനിക്ക് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ മാറിപ്പോയതാണ്. ആ 2 kgൻ്റെ കേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് 11 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുഡിങ്ങും 11 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ടർ ബണ്ണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നൈറ്റത്തേക്ക് വേണ്ടി റെഡിയാക്കിയ കേക്കാണ്. ഫ്ലേവർ വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പം അതും വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കേക്കിന് വേണ്ടിയിട്ട് ഞാൻ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാം ഡെലിവറി ചെയ്തിട്ട് ബണ്ണും അതുപോലെ തന്നെ പുഡിങ്ങും ബ്രൗണി കുനാഫ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും രാവിലെ തന്നെ കൊടുത്തിട്ടുള്ള കേക്കാണ്. അപ്പം അതും കൊടുത്തു. പിന്നെ ഒരെണ്ണം അംഗനവാടിയിലോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർക്ക് കുറച്ച് ബോൾസൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തു. അപ്പം അത് വന്നിട്ട് 10 മണിയായപ്പോൾ കൊടുത്തതാണ്. രാവിലെ കൊടുത്തതാണ് കേട്ടോ ഈ കേക്കെല്ലാം. 10 മണിയായപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ എഴുന്നേറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കുറച്ച് നേരം തണുക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയിട്ടാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് 2ഉം കൊടുത്തു വിട്ടു. ഇത് 2ഉം ഒപ്പമാണ് കൊടുത്തു വിട്ടത്. ഒന്ന് ഇച്ചിരി നേരത്തെ, അത് കഴിഞ്ഞിട്ട് ഒക്കെ കൊടുത്തു വന്നിട്ടാണ് അംഗനവാടിയിൽ കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പം ദേ അതും 2ഉം കൊടുത്തു. ഇനി അടുത്താണ്ടാലോ. ഇനി അടുത്തത് മിൽക്ക് കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. മിനി കേക്ക്സും ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ദേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൊണ്ടേ കൊടുക്കണം. അവർ കുറച്ച് പകുതി വരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരാൾക്കാട്ടാ. അവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതെല്ലാം ഒരാൾക്കായിരുന്നു. അപ്പോൾ വലിയ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊടുക്കുകയൊന്നും വേണ്ടല്ലോ, ഒരിടത്ത് കൊണ്ടേ കൊടുത്താൽ മതിയല്ലോ. അപ്പം ദേ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ദേ അതും കേക്ക് തന്നെയായിട്ട് കൊണ്ടേ കൊടുക്കുന്നത്. ഞാനെല്ലാം ഇന്ന് ഉണ്ടായിരുന്നു, കേക്ക് കൊണ്ടേ കൊടുത്തു. പിന്നെ അടുത്തത് വന്നിട്ട് ഇത് ന്യൂട്രല്ല ഡ്രീം കേക്ക് ആയിരുന്നു. അപ്പം ദേ അതും റെഡി ആക്കിയിട്ടുണ്ട്. ന്യൂട്രല്ല ഡ്രീം കേക്കും ഉണ്ടായിരുന്നു, നോർമൽ ഡ്രീം കേക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 ആയിരുന്നു നോർമൽ ഡ്രീം കേക്ക്. ന്യൂട്രല്ല ഡ്രീം കേക്ക് 170 ആണ്. അപ്പം ദേ അതും പാക്ക് ചെയ്തു കൊടുത്തുവിടാൻ പോകുവാണേ. അങ്ങനെ ദേ ഇതിവിടെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. അപ്പോൾ ദേ അതിനും കൊണ്ടുപോയി കൊടുക്കാൻ പോകുവാണ്.
അങ്ങനെ അതും പാക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ കുറച്ച് അടുത്തായതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു അറിയില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് കശുവണ്ടി കൊണ്ടിട്ട് കപ്പലണ്ടി മിഠായി പോലെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കുവാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 50 രൂപയാണ് റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം എന്നോട് കുറച്ച് ദിവസമായി ചോദിക്കുന്നത് ഉണ്ടാക്കി തരുമെന്ന്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ശരിയാകുവാണെങ്കിൽ ശരിയായിട്ട്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കശുവണ്ടിയാണ് ഇത്. കശുവണ്ടി ഒന്ന് പൊടിച്ചിട്ട് മുഴുവനോട് കൂടിയും ചെയ്യും. ഇത് ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് പൊടി തൂക്കി കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതേ അതും റെഡി ആയിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ആറിയതിന് ശേഷം നമുക്ക് അടർത്തിയെടുക്കാം ആ പാത്രത്തിൽ നിന്ന്. അങ്ങനെ അതേ സെറ്റായിട്ടുണ്ട്. ഞാൻ ദേ അടർത്തിയെടുത്തു. ബട്ടറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞിട്ട് സൂപ്പറായിരുന്നു. കുറച്ചുകൂടി സെറ്റാനുണ്ടായിരുന്നു. ഒന്ന് സെറ്റായപ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് പോന്നു. ഇനി ഒരു 10-15 മിനിറ്റും കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഫുള്ള് സെറ്റാവും. ഇത് ഞാൻ ലാസ്റ്റ് ചെയ്ത കേക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതെനിക്ക് അവർ ഒരു പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കൊടുക്കേണ്ടത് 2:30-ക്കായിരുന്നു. പക്ഷെ നല്ല രസമില്ല. ഇന്ന് ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഇതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സ്ട്രോബെറി ഞാൻ ഷുഗർ സിറപ്പിൽ മുക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബ്ലൂബെറി അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുഴുവനായിട്ട് 4 വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ട്രോബെറി. അടിപൊളിയില്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. അങ്ങനെ ഇതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഓർഡർ ഇത്രയേ ഉള്ളൂ. ഇനി ക്ലീൻ ആക്കലാണ്. ഇനി കിച്ചൺ ക്ലീൻ ആക്കണം. അതേ കിച്ചണൊക്കെ ക്ലീനാക്കി നല്ല അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി ലാമിനെ വിളിക്കാൻ പോകണം, ട്യൂഷനാക്കാൻ. ഉമ്മയെ അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവളെ ട്യൂഷനാക്കാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ തന്നെ ചെല്ലണമെന്ന് വാശി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം ക്ലീനൊക്കെ ആക്കി വർക്ക് ഏരിയയിൽ പാത്രമൊന്നുമില്ല, ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനങ്ങനെ പെട്ടെന്നുള്ളത് അങ്ങനെ കഴുകും, കൂട്ടിയിടലില്ല. പിന്നെ ആദ്യമേ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 4 വർഷത്തിനൊക്കെ മുമ്പ് ഒരു പൈനാപ്പിൾ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇതേപോലെ മുറിച്ച് നട്ടതാണ്. ഇപ്പം അതിൽ 4 വർഷം പിടിച്ച് പൈനാപ്പിൾ ഉണ്ടായിട്ട് ഞങ്ങളത് കഴിച്ചു. ഇപ്പം അതിൻ്റെ അതേപോലെ തന്നെ ഞാൻ മുറിച്ച് വെള്ളത്തിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ വേരും വന്നിട്ടുണ്ട്. ഇനി എല്ലാ പണിയും കഴിഞ്ഞ് ഇനി നമുക്ക് പുകച്ചാലോ. ഇത് അടിപൊളിയാട്ടാ, ഒന്നും പറയാനില്ല. ഞാനിപ്പം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഞാനിതിന് അഡിക്റ്റ് ആയ പോലെയാണ്. ഇത് ഹൂദാണ്. ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇത് അതെന്തോ 2 എണ്ണത്തിന് 140 160 അങ്ങനെ എന്തോ കിട്ടിയതാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമ്മളിത് കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. 2 പീസാക്കി, ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് 2 ആക്കിയിട്ടാണ് ഞാനിത്. ഒന്ന് കത്തിച്ച് കൊടുത്താൽ മതി, അത് പിന്നെ ഫുള്ള് കത്തിക്കുള്ളൂ. അങ്ങനെ ഒരു സൈഡ് കത്തിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ തീർന്നു കേട്ടോ, ഇനി വാങ്ങണം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫോട്ടോച്ചിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര കടയ്ക്കില്ല, ആ ഷോപ്പിൽ കിട്ടും. ഇത് രണ്ടും ഇതിങ്ങനെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അത് ഞാൻ കത്തിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയില്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഹൂതാണെന്ന് തോന്നണം. ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പുക വരും, അടിപൊളി സ്മെല്ലാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അകത്തോട്ട് കയറൂലേ, അപ്പം നല്ല അടിപൊളിയാണ്. വേറൊരു ഇതാണ്. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിന് അഡിക്റ്റ് ആയ പോലെയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ടാ. അധികം റേറ്റ് ഇല്ല. ഇതിനെന്തോ 2 കൂടി എന്തോ കൂടി വന്നാൽ 300 രൂപ ആയിട്ടുള്ളൂ. കണ്ടപ്പൊക്കെ വേണ്ട. നമുക്ക് ഒരെണ്ണം ഹാളിലും ഒരെണ്ണം കിച്ചണിലും വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വയ്ക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 അടച്ചിട്ടുണ്ട്. ഒരെണ്ണം കിച്ചണിലും വെച്ചു. ഇനി ഒരെണ്ണം നമുക്ക് ഹാളിലും വയ്ക്കാം. ഇതിൻ്റെ കുറച്ച് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മുകളിലെടുത്ത് വലിച്ചെറിഞ്ഞതാണ്. പെട്ടെന്ന് ഇങ്ങനെ അവൾ പിടിക്കലും താഴത്തോട്ട് വീണതാണ്. അപ്പോൾ ഇങ്ങനെ അതൊന്നും ശരിയായി ഒടിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു ചെരിവുണ്ടായിരുന്നു ഒരെണ്ണത്തിന്. അങ്ങനെ അതേ ഞാൻ ഹാളിൽ കൊണ്ട് വെച്ച് നോക്കി നിൽക്കണമൊക്കെ ഒരാൾ കണ്ട പൊക്കെ വേണ്ട. അടിപൊളിയാണ്. അപ്പോൾ അതേ ഞങ്ങൾ റെഡിയാകാൻ പോകുവാണ്. ആമി ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് ലാമി മോള ട്യൂഷനാക്കാൻ വേണ്ടി പോട്ടെ കേട്ടോ.
അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുവാണ്. ഇത്തുവിനെ ട്യൂഷനാക്കാൻ വേണ്ടിയിട്ട് ഞാനും ആമി റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തുവിനെ ട്യൂഷനാക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നിൽക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയുമായി വരാം കേട്ടോ.